ചൈനക്കാരുടെ ഇടയിൽ അവർ ഈ പ്രായമുള്ളവരെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് യുവർ ഗ്ലോറിയസ് ഏജ്? നിന്റെ മഹത്തായ പ്രായം എത്രയാണ്? വാട്ട് ഈസ് യുവർ ഗ്ലോറിയസ് ഏജ്? നമ്മളൊക്കെ പ്രായമുള്ളവരെ കാണുമ്പോൾ എന്തുവാ ചോദിക്കുന്നത്? പ്രത്യേകിച്ച് അച്ഛന്മാര് ഈ പ്രായമുള്ളവരുടെ വീടൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഉടനെ വീട്ടിൽ ചെല്ലുന്ന ഉടനെ എത്ര വയസ്സായി എന്ന് ചോദിക്കും. അപ്പോ ഒരാൾ പറയും 80 വയസ്സായി. 80 അല്ലേ എന്ന് അച്ഛന്മാർ തിരിച്ചു പറയുമ്പോ അതിന്റെ അർത്ഥം മിക്കവാറും പോകാറൊക്കെ ആയല്ലോ എന്നുള്ളൊരു റെസ്പോൺസ് പോലെ തോന്നും. മറ്റു ചിലർ റെസ്പോണ്ട് ചെയ്യും 80 ആയുള്ളോ എന്ന് പറഞ്ഞാലും അതിന്റെ പുറകിലുള്ളത് പോകാറായില്ലയോ എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ നമ്മൾ പ്രായമുള്ളവരെ കാണുന്ന ഉടനെ ചോദിക്കുന്ന ചോദ്യത്തില് വലിയ അർത്ഥമൊന്നുമില്ല, അതിനകത്ത് വലിയ ബഹുമാനമൊന്നുമില്ല. അതേ സമയത്ത് ചൈനക്കാർ ചോദിക്കുന്ന വാട്ട് ഈസ് യുവർ ഗ്ലോറിയസ് ഏജ്? ആ പ്രായത്തോടുള്ള ബഹുമാനം അവരെ ഉൾക്കൊള്ളുന്നു. അതാണ് ആ ചോദ്യത്തിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത്. മനുഷ്യർ പ്രായമാകുന്നത് ഒരേ രീതിയിലല്ല. നമ്മൾ ജനിച്ച നാള് മുതല് ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ കലണ്ടർ ഇങ്ങനെ മാറ്റപ്പെടും. ഒരു കലണ്ടർ മാറുമ്പോൾ നമുക്ക് ഒരു വയസ്സുകൂടെ കൂടി. ഓരോ വർഷവും ഓരോ കലണ്ടർ ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ വയസ്സുകൂടെ നമുക്ക് കൂടി. ഇതിന് കലണ്ടർ ഏജിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജിങ് എന്ന് പറയാം. ക്രോണോളജിക്കൽ ഏജിങ്. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ വയസ്സ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് വേണേലും വേണ്ടായാലും അത് കൂടിക്കൊണ്ടേയിരിക്കും. മറ്റൊരു രീതിയിലുള്ള പ്രായമുണ്ട്. അതിനെ ബയോളജിക്കൽ ഏജിങ് എന്നാ പറയുന്നത്. ബയോളജിക്കൽ ഏജിങ്. ചില ആളുകളെ 80 വയസ്സുള്ളവരെ കണ്ടാലും ചിലപ്പോൾ 50 വയസ്സേ തോന്നിക്കത്തുള്ളൂ. ചില 50 വയസ്സുള്ളവരെ കണ്ടാൽ 80 വയസ്സ് തോന്നിക്കും. ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രായമാണ് ആ വ്യത്യാസത്തിന് കാരണം. ചില ആളുകള് പുറമെ കണ്ടാൽ വല്ലാത്ത പ്രായമായതായിട്ട് തോന്നും. ചിലര് നല്ല പ്രായമായാലും ചെറുപ്പമായിട്ടൊക്കെ തോന്നും. ഇതിനാണ് ബയോളജിക്കൽ ഏജിങ് എന്ന് പറയും. മറ്റൊരു രീതിയിലുള്ള ഏജിങ് ഉണ്ട്. അതിന് സോഷ്യോളജിക്കൽ ഏജിങ് എന്നാ പറയുന്നത്. സോഷ്യോളജിക്കൽ ഏജിങ് എന്ന് പറഞ്ഞാല് സമൂഹത്തിന് ഇനി എന്നെ വേണ്ട, ഞാൻ സമൂഹത്തിൽ ഒരു അധികപ്പറ്റാണ് എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നോ അപ്പോൾ സോഷ്യോളജിക്കൽ ഏജിങ്ങിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി എന്നെ വേണ്ട, സമൂഹത്തിലുള്ള എന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കുറഞ്ഞു. സോഷ്യോളജിക്കൽ ഏജിങ്. മറ്റൊരു പ്രായമുണ്ട്, അത് സൈക്കോളജിക്കൽ ഏജിങ് എന്നാ പറയുന്നത്. സൈക്കോളജിക്കൽ ഏജിങ് എന്ന് പറഞ്ഞാൽ മൈ യൂസ്ഫുൾനെസ് ഈസ് ഓവർ, എന്റെ പ്രയോജനം തീർന്നു എന്ന് എപ്പോ ചിന്തിക്കുന്നോ അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലി പ്രായമുള്ളവരായിട്ട് മാറും. ഈ 4 രീതിയിലാണ് മനുഷ്യൻ പ്രായമാകുന്നത്. ക്രോണോളജിക്കൽ ഏജിങ്, ബയോളജിക്കൽ ഏജിങ്, സോഷ്യോളജിക്കൽ ഏജിങ്, സൈക്കോളജിക്കൽ ഏജിങ്. ഇതിൽ ആദ്യത്തേതൊഴിച്ച് ബാക്കി 3, അതായത് ബയോളജിക്കൽ, സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ, ഈ ഏജിങ് ഒക്കെ ഒരു പരിധി വരെ തടയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ക്രോണോളജിക്കൽ ഏജിങ് തടയാൻ ഒക്കത്തില്ല. എന്നാൽ ബാക്കി 3 ഏജിങ് ഒരു പരിധി വരെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ സൈക്കോളജിക്കൽ ഏജിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. മൈ യൂസ്ഫുൾനെസ് ഈസ് ഓവർ. ഒരിക്കല് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തു.
പക്ഷേ പരാജയപ്പെട്ടു പോയി, അവള് ചത്തില്ല. അപ്പൊ അവിടെ അയൽവക്കക്കാരെല്ലാം കൂടെ അവളെ ഒരു കട്ടിലെ പിടിച്ച് കിടത്തിയിട്ട് അതിനടുത്ത് അധികം ദൂരെ അല്ലാത്ത സ്ഥലത്ത് ഒരു മനഃശാസ്ത്രജ്ഞൻ, എറിക്സൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്നു. ഏതെങ്കിലും രീതിയിൽ ഇവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവൾ സൂയിസൈഡ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നും പറഞ്ഞ് ഈ മനഃശാസ്ത്രജ്ഞനെ വിളിച്ചോണ്ട് വന്നു. അദ്ദേഹം വന്ന് ഇവിടെ കട്ടിലിനരികെ ഒന്ന് ഇരുന്നു. സോറി. ഇവളപ്പൊ കണ്ണ് തുറക്കാതെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക. അരികെ ഇരുന്ന ഈ മനഃശാസ്ത്രജ്ഞൻ അവളോട് ചോദിച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്കത് ചെയ്യാമോ? ഈ സൂയിസൈഡ് ചെയ്യാൻ പോയ പെങ്കൊച്ചിനി എന്നാ കാര്യം ചെയ്യാൻ? ഇവളെ മിണ്ടിയില്ല. വീണ്ടും മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്കത് ചെയ്യാമോ? അവള് കണ്ണും തുറന്നില്ല, അനങ്ങിയുമില്ല. വീണ്ടും അയാൾ ചോദിച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്കത് ചെയ്യാമോ? അപ്പൊ അവിടെ ഒരു ചെറിയ കണ്ണ് ഇങ്ങനെ പതുക്കെ ഒന്ന് തുറന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് നിന്റെ വീട്ടിലോട്ട് കയറി വരുമ്പോഴ് പല സ്റ്റെപ്പുകൾ കഴിഞ്ഞ് മേളിലോട്ട് കയറി വരണം. ആ സ്റ്റെപ്പിലെല്ലാം ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ അവിടെ എല്ലാം ഒരുപാട് പൂച്ചട്ടികൾ വെച്ചിരിക്കുന്നു. അതിൽ കൂടുതലും ഞാൻ കണ്ടത് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നല്ല വയലറ്റ് പൂ ഉണ്ടാകുന്ന ചെടിയാണ്. നീ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യണം. നീ കുറെ പൂച്ചട്ടികൾ വാങ്ങിക്കണം. കുറെ പൂച്ചട്ടികൾ വാങ്ങിച്ചിട്ട് ഈ ആഫ്രിക്കൻ വയലറ്റ് ചെടികൾ ഇങ്ങനെ പിരിച്ച് ഓരോ ചട്ടിയിൽ വെക്കണം. എന്നിട്ട് നിന്റെ പാരിഷിലെ ഇടവകയില് ആരുടെയെങ്കിലും ഒരു ജന്മദിനം വരികയാണെങ്കിൽ നീ ഇവിടുത്തെ ഒരു പൂച്ചട്ടി കൊണ്ടുപോയി അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം, ഒരു ഗിഫ്റ്റ് ആയിട്ട്. ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി വരികയാണെങ്കിൽ ഈ ഒരു പൂച്ചട്ടി കൊണ്ടുപോയി നീ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. ഇത്രയും പറഞ്ഞേച്ച് ഈ എറിക്സൺ ഇങ്ങ് പോന്നു. പിന്നീട് അവർക്ക് എന്തോ സംഭവിച്ചു, എന്ത് പറ്റി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇങ്ങനെ തിരക്കില്ല. അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിനൊന്നും തിരക്കാനുള്ള സമയം കിട്ടിയില്ല. അനേകം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴ് ഒരു ദിവസം ഈ പത്രത്തിൽ അദ്ദേഹം ഒരു വാർത്ത കണ്ടു. ആ വാർത്ത വായിച്ച ഉടനെ അദ്ദേഹത്തിന് റിസൾട്ട് ആരാ? പത്രത്തിലെ വാർത്ത ഇങ്ങനെ ആയിരുന്നു, ആഫ്രിക്കൻ വയലറ്റ് ക്വീൻ ഡൈഡ് അറ്റ് ഏജ് 70. ആഫ്രിക്കൻ വയലറ്റ് രാജ്ഞി 70-ാമത്തെ വയസ്സിൽ മരിച്ചു. ഒരുപാട് രാജ്ഞിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷ് രാജ്ഞി, അങ്ങനെയുള്ള രാജ്ഞിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ വയലറ്റ് രാജ്ഞി ആരാ? ആദ്യമായിട്ട് കേൾക്കുക. അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ സംഗതി, പണ്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് പോയ ആ പെൺകുട്ടി അന്ന് അവളെ വിസിറ്റ് ചെയ്ത കാര്യമൊക്കെ ഇദ്ദേഹം ഓർത്തു. അദ്ദേഹം പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പിന്നെ എന്നാ സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് അറിയുന്നു. എന്നാൽ ഇവള് എന്ത് ചെയ്തെന്നറിയാവോ? ഈ അസ്വസ്ഥതയൊക്കെ കഴിഞ്ഞപ്പോ എണീച്ച് ഇതുപോലെ പൂച്ചട്ടികൾ ഉണ്ടാക്കിയിട്ട് ആഫ്രിക്കൻ വയലറ്റ് ചെടികൾ അതിനകത്ത് വെച്ച് ഇത് പാരീഷിലെ ഓരോരുത്തർക്കും അവരുടെ ജന്മദിനത്തിന്, വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഈ ഓരോ ചട്ടി സമ്മാനമായിട്ട് കൊടുത്തു. ഇടവക്കാർക്കെല്ലാം ഇവളെ അങ്ങ് ഇഷ്ടമായി കഴിഞ്ഞപ്പോ ഇടവക്കാരെല്ലാം കൂടെ അവർക്ക് കൊടുത്തൊരു പേരാണ് ആഫ്രിക്കൻ വയലറ്റ് ക്വീൻ എന്നുള്ള പേര്. തന്റെ യൗവന കാലത്ത് സൂയിസൈഡ് ചെയ്യാൻ പോയ പെങ്കൊച്ച് ഈ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള കാരണമല്ല. മൈ യൂസ്ഫുൾനെസ് ഈസ് നോട്ട് അറ്റ് ഓവർ എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് ഈ സൈക്കോളജിസ്റ്റിലൂടെ കിട്ടി. മൈ യൂസ്ഫുൾനെസ് ഈസ് നോട്ട് അറ്റ് ഓവർ. അവൾ ഇടവക്കാർക്ക് പ്രയോജനമുള്ളവരായി തീർന്നു. അപ്പോൾ അവിടെ ആ അസ്വസ്ഥതയിൽ നിന്ന് അവർക്ക് മാറ്റമുണ്ടായി. സൈക്കോളജിക്കൽ ഏജിങ് എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിച്ചു. എന്റെ ഉപയോഗം തീർന്നു, എന്റെ പ്രയോജനം തീർന്നു. ആ ഒരു ചിന്തയെ എങ്ങനെ മാറ്റി നമുക്ക് എടുക്കാം? ആ ചിന്തയെ മാറ്റിയെടുത്താൽ സൈക്കോളജിക്കലായിട്ട് നമ്മൾ
വയസ്സന്മാരാകേണ്ട ആവശ്യമുള്ളവരല്ല. അപ്പോൾ ഹൗ ക്യാൻ ഐ ബി സ്റ്റിൽ യൂസ്ഫുൾ എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് പ്രയോജനമുള്ളതാക്കുവാനും ആസ്വദിപ്പാനും ഒക്കെ സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രായമാകുമ്പോൾ നമ്മളിൽ പല മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളൊക്കെ ഫാമിലി ലൈഫിനെ ബാധിക്കും. പ്രായമാകുന്ന ആളുകളെ പ്രധാനമായിട്ട് ഭരിക്കുന്ന ഒരു ചിന്ത, ഒരു ഭയമാണ്. ഫിയർ ഓഫ് ലൂസിങ്, നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഭയം. എന്തുവാ നഷ്ടപ്പെടുന്നത്? ലൂസിങ് മൈ ഹെൽത്ത്. ശരീരത്തിലേക്ക് നോക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഓജസ്സും തേജസ്സും ഒക്കെ അങ്ങ് പോയി. അപ്പോൾ ഐ എം ലൂസിങ് മൈ ഹെൽത്ത്, ഐ എം ലൂസിങ് മൈ പവർ, ഐ എം ലൂസിങ് മൈ വെൽത്ത്, ഐ എം ലൂസിങ് മൈ മെമ്മറി, ഐ എം ലൂസിങ് മൈ മൊബിലിറ്റി. അപ്പൊ എങ്ങോട്ട് നോക്കിയാലും എല്ലാം നഷ്ടമാ. എന്റെ ആരോഗ്യം നഷ്ടമാകുന്നു, ധനം നഷ്ടമാകുന്നു, ശക്തി നഷ്ടമാകുന്നു, അധികാരം നഷ്ടമാകുന്നു, എന്റെ മൊബിലിറ്റി കുറയുന്നു. എല്ലാം നോക്കുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധമാണ് പ്രായമുള്ളവരിൽ സാധാരണ ഉണ്ടാകുന്നത്. എല്ലാവർക്കും അല്ല, സാധാരണ ഉണ്ടാകുന്നു. അങ്ങനെ നഷ്ടബോധം ഉണ്ടാകുമ്പോൾ അത് ഒരു ഡിപ്രഷനിലേക്ക് പോകും. ഈ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാര് നല്ലൊരു പങ്കും ഒരു ഡിപ്രസീവ് പേഷ്യന്റുകളാണ്. ഡിപ്രഷന്റെ അസുഖം അവർക്കുണ്ടാകും. ഈ അസുഖത്തിലേക്ക് നയിക്കുന്നത് ഈ ഫിയർ ഓഫ് ലൂസിങ്. അതോടൊപ്പം തന്നെ വല്ലാത്ത ഒരു ലോൺലിനെസ്, ഏകാന്തത ഇവർക്കുണ്ടാകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഏകാന്തത അവര് അനുഭവിക്കും. ചിലടത്ത് പങ്കാളി മരിച്ചുപോയ അനുഭവമായിരിക്കും. അവിടെയും വല്ലാത്തൊരു ഏകാന്തത ഉണ്ടാകും. അപ്പൊ ഈ ലോൺലിനെസ് ഈ ഡിപ്രസീവ് സ്റ്റേജിനെ കൂടുതലായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മുടെ ഫിയർ ഓഫ് ലൂസിങ്, ലോൺലിനെസ്, ഇതൊക്കെ ഒരു ഡിപ്രസീവ് ഫീലിംഗിലേക്ക് പ്രായമുള്ളവരെ നയിക്കും. സോറി. അതുപോലെ തന്നെ പ്രായമുള്ളവര് നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ആങ്സൈറ്റി എന്ന് പറയും. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ പലതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയായി ആങ്സൈറ്റി എന്ന് പറയുന്നത്. ചിന്തിച്ച് ആങ്സൈറ്റി നമുക്കുണ്ടാകുകയല്ല, ആങ്സൈറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ്. ആങ്സൈറ്റി ഒരിക്കലും ഉണ്ടാകത്തില്ല, ആങ്സൈറ്റി ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചിന്തയാണ് ഈ ആങ്സൈറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. പ്രായമുള്ളവർക്ക് ആങ്സൈറ്റിയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചിന്ത എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എന്റെ സമയം അടുത്തു, മരണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് അവരുടെ ആങ്സൈറ്റി വല്ലാതെ അങ്ങ് വർദ്ധിക്കും. ഞാൻ ഓർക്കുന്നു, ഒരിക്കല് ഒരു പ്രായമുള്ള ആള് എൻ്റെ അടുത്തുള്ള ആങ്സൈറ്റിയുമായിട്ട് ഒരു കൗൺസിലിങ്ങിന് വന്നു. അപ്പൊ ഞാന് എന്നെ കഴിയുന്ന രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞ ഈ ആങ്സൈറ്റിയൊക്കെ കേട്ടു, അതിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, പക്ഷെ എനിക്ക് അതിനകത്ത് വിശ്വാസമില്ല കേട്ടോ. അപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞിങ്ങനെ, ഒരു കാര്യം ഞാൻ പറയാം, പക്ഷെ എനിക്ക് അതിനകത്ത് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, പറഞ്ഞാട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങ് പറയാം. ഞാൻ പറഞ്ഞു, പറ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴ് എന്റെ ജാതകം ആരാണ്ട് എഴുതിയിട്ടുണ്ട്. ആ ജാതകത്തില് ഞാന് 75-ാമത്തെ വയസ്സിൽ മരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പൊ എത്ര വയസ്സായി? അത് 74 കഴിഞ്ഞ് 75 തുടങ്ങി.
പിന്നെയും പറയാം, എനിക്കതിനകത്ത് വിശ്വാസമൊന്നുമില്ല, എനിക്ക് ഈ ജാതകത്തിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങ് പറയുക എന്ന്. അദ്ദേഹത്തിന് ജാതകത്തിൽ വിശ്വാസമില്ല, പക്ഷെ 75 മരിക്കുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കയറി. അപ്പൊ ഈ ജാതകത്തിന്റെ ഇപ്പൊ ഉള്ള കാര്യം, അർത്ഥമില്ലാത്ത കാര്യങ്ങളുമൊക്കെ എന്റെ അറിവനുസരിച്ച് ഞാൻ അദ്ദേഹത്തോടൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോഴ് എനിക്കൊരു അറിവ് കിട്ടി, അദ്ദേഹത്തിന് ലങ്സ് ക്യാൻസർ ആരംഭിച്ചു എന്ന്. അത് കഴിഞ്ഞൊരു 3 മാസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. 75-ാമത്തെ വയസ്സിൽ തന്നെ മരിച്ചു. അപ്പൊ ജാതകം ശരിയല്ലേ? 75-ൽ മരിക്കുമെന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 75-ൽ മരിക്കുകയും ചെയ്തു. അപ്പൊ ജാതകം ശരിയല്ലേ? ഈ ജാതകത്തിൽ എഴുതിയത് കൊണ്ടല്ല ഇദ്ദേഹം മരിച്ചത്. ജാതകത്തിൽ എഴുതിയിരുന്നത് പോലെ എനിക്ക് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ചിന്ത, ഇതിന് ഓട്ടോ സജഷൻ എന്നാ പറയുന്നത്. എനിക്ക് ഇതിനകത്ത് വിശ്വാസമില്ല എന്ന് പറയുകയും ചെയ്യും. അതേ സമയത്ത് ഇതിങ്ങനെ ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ 75 മരിക്കുമെന്ന് എഴുതിയേക്കുന്നത്, 75 മരിക്കും. അപ്പൊ ഞാൻ 75-ൽ മരിക്കുമെന്ന് നമ്മുടെ മനസ്സിന് ഓട്ടോ സജഷൻ കൊടുത്താൽ നമ്മുടെ ശരീരവും മനസ്സും അതിനോട് റെസ്പോണ്ട് ചെയ്യും. 75 മരിക്കുക തന്നെ ചെയ്യും. ഇത് ജാതകത്തിൽ എഴുതിയത് കൊണ്ടല്ല. പിന്നെയോ നമ്മൾ കൊടുക്കുന്ന ഓട്ടോ സജഷനാണ് ഇതിന്റെ പ്രധാന കാരണം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിച്ച് ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നോ ആ സജഷൻ അനുസരിച്ചുള്ള എക്സ്പീരിയൻസ് അല്ല അനുഭവമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലോട്ട് ഇനിയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി എന്താ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ എത്രയും വേഗം നമ്മൾ രോഗികളായിട്ട് മാറും. ഞാൻ ഇനി എനിക്കിങ്ങനെ ജീവിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ എന്ത് ഓട്ടോ സജഷൻ നമ്മൾക്ക് കൊടുക്കുന്നോ ആ ഓട്ടോ സജഷൻ അനുസരിച്ചാണ് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രായമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. ആ ചിന്തയ്ക്കനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആണ് നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്തെ ഈ നാട്ടില് ഈ പട്ടിയും പൂച്ചയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ പട്ടിയും പൂച്ചയും തമ്മിൽ കടിപിടി കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ പൂച്ച വരുന്ന ഉടനെ പട്ടി അതിന്റെ പുറകെ ഓടും. ഓടിയിട്ട് ഈ പൂച്ചയെ പിടിക്കാനായിട്ട് ഓടിക്കും. പൂച്ച സ്പീഡിൽ ഓടും. ഓടി 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 പൂച്ച അടുത്ത് കണ്ട ഒരു മരത്തിന്റെ മുകളിലോട്ട് ചാടിയാൽ കയറും. പട്ടി ആ മരത്തിന്റെ ചോട്ടി വന്ന് നിന്നിട്ട് മുകളിലോട്ട് നോക്കുക. അതിന് മരത്തിൽ കയറാൻ ഒക്കത്തില്ല. പൂച്ച മുകളിൽ കയറി സുരക്ഷിതമായിട്ട് ഒരിടത്ത് ഇരിക്കുക. പട്ടിക്ക് അറിയാതെ മരത്തെ കയറാൻ ഒക്കത്തില്ല. അപ്പൊ പട്ടി എന്നാ ചെയ്യും? ആ മരത്തിന്റെ താഴെ ഇങ്ങനെ കാല് നീട്ടി കണ്ണും അടച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന മട്ടിൽ ഇങ്ങനെ കുറച്ചു നേരം ഉറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുന്നോണ്ട് പൂച്ച മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കും. താഴേക്ക് നോക്കുമ്പോ ഈ പട്ടി അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. പിന്നെയും പൂച്ച നോക്കും, പിന്നെയും നോക്കും. ഇങ്ങനെ നോക്കി നോക്കി കുറെ കഴിയുന്ന ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പൂച്ച ഇങ്ങനെ ഒന്ന് എണീറ്റ് നിൽക്കും. എണീറ്റ് നിന്നിട്ട് അതിന്റെ ശരീരം ഇങ്ങനെ വില്ല് പോലെ ഒന്ന് വളയ്ക്കും. വളച്ചിട്ട് ഇങ്ങനെ 2 ശബ്ദം ഉണ്ടാക്കും. എന്നിട്ട് പട്ടിക്ക് ഒരു അനക്കവും ഇല്ല. പട്ടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. വീണ്ടും പൂച്ച എണീച്ച് ഇങ്ങനെ ശരീരം വില്ല് പോലെ അങ്ങോട്ട് ആക്കിയിട്ട് 2 ശബ്ദമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ശബ്ദമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പൂച്ച എന്നെ ചെയ്യുന്നറിയാമോ? എടുത്തൊരൊറ്റ ചാട്ടമാ. ചാടുകയും ഉറക്കം നടിച്ച് കിടന്ന പട്ടിയുണ്ടല്ലോ, ഈ പൂച്ചയുടെ പുറകെ ചെന്ന് ഒറ്റ പിടുത്തമാണ് ഇതിനെ പിടിക്കും. ഈ പൂച്ച സ്വസ്ഥമായിട്ട് ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നല്ലോ. കുറെ കഴിയുമ്പോ പട്ടി അങ്ങ് പോകും. അന്നേരത്ത് സ്വസ്ഥമായിട്ട് ഇതിനെ ഇറങ്ങി വരരുതാഞ്ഞോ.
പിന്നെ എന്തിനാ ഈ പൂച്ച അവിടെ കിടന്നിങ്ങനെ അലയിച്ച് ശബ്ദം ഉണ്ടാക്കി എടുത്ത് ചാടിയത്? പൂച്ചയ്ക്ക് അവിടെ ഇരിക്കാനൊക്കുകയില്ല. കാരണം അവിടെ ഇരിക്കുന്ന പൂച്ച ചിന്തിക്കുന്നത്, ഞാൻ ഇതിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് കുറെ കഴിയുമ്പോൾ എനിക്ക് വിശക്കും, കഴിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പൊ ഞാൻ വിശന്ന് ചിലപ്പോ താഴെ വീഴുമോ? വീണ പട്ടിയുടെ വായിലോട്ടാ വീഴുന്നത്. അല്ലെന്നുവരിൽ ഞാൻ ഉറങ്ങിപ്പോവും. ഉറങ്ങിയാൽ പട്ടിയുടെ വായിലോട്ടാ വീഴുന്നത്. എത്ര സമയമാ പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ പല ചിന്തകൾ പൂച്ച ചിന്തിച്ച് കാണുമായിരിക്കാം. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പൂച്ച എന്നാ ചെയ്യുന്നേ? അതിന്റെ സ്ട്രെസ് വർദ്ധിപ്പിക്കുക. ഈ പട്ടിയെക്കുറിച്ച് ചിന്തിക്കും തോറും പൂച്ചയുടെ സ്ട്രെസ് വർദ്ധിക്കുക. സ്ട്രെസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. അത് എടുത്ത് ചാടും. അപ്പൊ പൂച്ചയുടെ ഈ സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്, ഇതാണ് ഈ പൂച്ച ഇരുന്ന സ്ഥാനത്ത് നിന്ന് അപകടത്തിലേക്ക് എടുത്ത് ചാടിക്കുന്നത്. മനുഷ്യർക്ക് ഈ അനുഭവം തന്നെ ഉണ്ടാകുന്നത്. സ്വസ്ഥമായിട്ടിരിക്കാവുന്ന അനുഭവത്തില് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് 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 നമ്മൾ ആങ്ഷ്യസ് ആകും, സ്ട്രെസ് വർദ്ധിപ്പിക്കും. ഈ സ്ട്രെസ്സാണ് മനുഷ്യരെ കൊല്ലുന്ന ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് ഇതെവിടെ ഡെവലപ്പ് ചെയ്യുന്നോ അവിടെ മനുഷ്യർ രോഗികളായിട്ട് മാറും. റിലാക്സ് ചെയ്യുന്ന മനുഷ്യൻ ഹെൽത്തി ആയിരിക്കും. ആങ്സൈറ്റിയും സ്ട്രെസ്സും വർദ്ധിപ്പിക്കുന്ന മനുഷ്യൻ എത്രയും വേഗം രോഗിയായിട്ട് മാറും. ആളുകൾ കൂടുതലും മരിക്കുന്നത് ആങ്സൈറ്റിയും സ്ട്രെസ്സും കൊണ്ടാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ എംപ്റ്റി നെസ്റ്റ് ഫാമിലിയുടെ അനുഭവത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആങ്സൈറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ലോൺലിനെസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഫിയർ വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിച്ച് സ്ട്രെസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്റെ ഉപയോഗം തീർന്നല്ലോ എന്ന് ചിന്തിച്ച് സൈക്കോളജിക്കലായിട്ട് പ്രായമാകാനുള്ള സാധ്യതകളുണ്ട്. എന്നെ സമൂഹത്തിന് വേണ്ടല്ലോ എന്ന് ചിന്തിച്ച് സോഷ്യോളജിക്കൽ ഏജിങ് വർദ്ധിപ്പിക്കാൻ സാധ്യതകളുണ്ട്. ഇങ്ങനെ പല രീതിയില് നമുക്ക് നമ്മെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട്, പ്രത്യേകിച്ച് എംപ്റ്റി നെസ്റ്റ് ഫാമിലിയുടെ അനുഭവത്തിൽ. അങ്ങനെയാണെന്ന് വരികിൽ ഈ പ്രായമായ മാതാപിതാക്കള് അല്ലെങ്കിൽ സീനിയർ കപ്പിൾസ് അവർക്ക് ഈ ഒരു അനുഭവത്തെ എങ്ങനെ ക്രിയാത്മകമായിട്ട് നേരിടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അല്പസമയം ഒന്ന് ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നു. ഇപ്പൊ വീട്ടില് ഭാര്യയും ഭർത്താവും, അല്ലെ അപ്പനും അമ്മയും, അല്ലെ പ്രായമായ പിതാവും മാതാവും വീട്ടിലിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചതുപോലെ അറിയാത്ത ഒരു ഡിസ്റ്റൻസിങ് അവരുടെ മധ്യേ ഉണ്ടാകാം. വീട്ടിൽ രണ്ടുപേരും ഉണ്ട്, പക്ഷെ ഒരിക്കൽ വലിയൊരു അടുപ്പം പലപ്പോഴും അനുഭവിക്കാൻ ഒക്കത്തില്ല. വല്ലാത്തൊരു ഡിസ്റ്റൻസിങ് ഉണ്ടാകും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മുടെ ഈ ഒരു അനുഭവത്തെ ഡീൽ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സംഗതിയാണ് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത്. സ്ട്രോക്കിംഗ്. ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് ഈ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയ്ക്കുള്ള സ്ട്രോക്ക് അല്ല ഇത്. സൈക്കോളജിക്കലായിട്ട് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് റെക്കഗ്നീഷൻ എന്നുള്ളതാണ്. അംഗീകാരത്തിന്റെ ഒരു പ്രതിഫലനമായി സ്ട്രോക്ക് എന്ന് പറയുന്നത്, അംഗീകാരത്തിന്റെ ഒരു അടയാളമായി സ്ട്രോക്ക്. പല രീതിയിലുള്ള സ്ട്രോക്കുകളുണ്ട്. വെർബൽ സ്ട്രോക്ക് ഉണ്ട്, ഫിസിക്കൽ സ്ട്രോക്ക് ഉണ്ട്, സൈക്കോളജിക്കൽ സ്ട്രോക്കിംഗ് ഉണ്ട്, പല രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ഫിസിക്കൽ സ്ട്രോക്കാണ്. എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുള്ള ഒരു സ്പർശനമാണ് പല കുഞ്ഞുങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. ഇത് കേൾക്കുന്ന മാതാക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ഒരിക്കല് അവർക്കറിയാമല്ലോ, അവരുടെ കൊച്ചു കുഞ്ഞ് 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് കരയുന്ന സമയത്ത് അതിനെ ഉറക്കാനായിട്ട് അവരെന്താ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമല്ലോ. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉറക്കാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലർ പറയും ഞങ്ങൾ പാട്ട് പാടുമെന്ന്. ഈ പാട്ട് പാടുന്നതുകൊണ്ടാ കൊച്ചുങ്ങൾ ഉറങ്ങാൻ താമസിക്കുന്നത്. കാരണം ഈ പാട്ട് കേട്ടാൽ ഏത് കൊച്ചാ ഉറങ്ങുന്നത്? ഈ കുഞ്ഞിനെ ഉറക്കാനായിട്ട് അറിയാവുന്ന അമ്മമാർ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ കുഞ്ഞിനെ എടുത്ത് തോളത്തോട്ടിടും. ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ സ്പർശിക്കും. ഈ സ്പർശനം
കൈകൊണ്ട് ഇങ്ങനെ സ്പർശിക്കുന്ന ഇതിനാണ് ഫിസിക്കൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫിസിക്കൽ സ്ട്രോക്ക്. ഈ സ്പർശനമാണ് കുഞ്ഞിനെ ഉറക്കുന്നത്. അതിനൊരു താളം വേണം. അതിനാണ് നിങ്ങൾ പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നത്. അല്ല കൊച്ചിനെ ഉറക്കാനല്ല. കുഞ്ഞുറങ്ങുന്നത് ഇത് ഈ ഈ സ്പർശനം കൊണ്ട്. ഇതിന് മലയാളത്തിൽ തലോടൽ എന്ന് പറയാം. തലോടൽ. സ്ട്രോക്ക്, ഫിസിക്കൽ സ്ട്രോക്ക്. ഇങ്ങനെ തലോടി 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 ഈ കുഞ്ഞങ്ങ് ഉറങ്ങും. അപ്പൊ ഈ കുഞ്ഞിനെ ഉറക്കുന്നത് നിങ്ങളുടെ കൈ കൊണ്ടുള്ള ഈ സ്പർശനമാണ്. എന്നാൽ ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്പർശിച്ച് സ്പർശിച്ച് നിങ്ങളുടെ കൈയും കഴിച്ചു, പാടി പാടി പാട്ടും തീർന്നു, വായും കഴിച്ചു, പിന്നെയും നോക്കുമ്പോൾ ഇവൻ കണ്ണും തള്ളി ഇങ്ങനെ കിടക്കുകയാണ്, ഉറങ്ങുകയില്ല. നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾക്ക് അങ്ങ് ടയർഡായി, ദേഷ്യം വരും. അപ്പൊ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന നിങ്ങൾ എന്നെ ചെയ്യുന്നറിയാമോ? ഉറങ്ങണമെന്ന് പറഞ്ഞ് ഒരടി കൊടുക്കും. ഈ അടി കിട്ടി കഴിയുമ്പോൾ കൊച്ചു വലിയവായി കരയും. കുറച്ചു നേരം കരഞ്ഞു കഴിയുമ്പോൾ അത് തളർന്ന് അങ്ങ് ഉറങ്ങും. അപ്പൊ പിള്ളേരെ ഓർക്കാൻ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മാർഗം നല്ലതാ. ഒന്നേ പതിയെ തലോടണം, അല്ലെ ആഞ്ഞൊരെണ്ണം കൊടുക്കണം. ചില പിള്ളേര് ഈ ആഞ്ഞൊരെണ്ണം കിട്ടിയെങ്കിലേ ഉറങ്ങത്തുള്ളൂ കേട്ടോ. അതുവരെ അവൻ കണ്ണും തെളിച്ച് ഇങ്ങനെ കിടക്കും. അത് കിട്ടിയെങ്കിലേ അവൻ ഉറങ്ങും. അങ്ങനെയുള്ള പിള്ളേർ വളർന്ന് പ്രായമാകുമ്പോൾ അവരെങ്ങനെയുള്ളവരായി തീരുമെന്ന് അറിയാവോ? അവരെവിടെ ചെന്നാലും ഒരെണ്ണം വാങ്ങിച്ചോണ്ടേ പോരത്തുള്ളൂ. അത് ഇടവയോതിലാണേലും കമ്മിറ്റിയിലാണേലും മലയാളി സമാജത്തിലാണേലും അവരൊന്ന് വാങ്ങിച്ചുകൊണ്ടേ പോരത്തുള്ളൂ. കാരണം ദേ ആർ ഡിമാൻഡിങ് എ നെഗറ്റീവ് സ്ട്രോക്ക്. പോസിറ്റീവ് സ്ട്രോക്ക് സഫീഷ്യന്റ് ആയിട്ട് കിട്ടാത്തവരെ നെഗറ്റീവ് സ്ട്രോക്ക് പിടിച്ചു വാങ്ങിക്കും. അതിനുള്ള പണികളൊക്കെ അവര് ഒപ്പിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ടുള്ള സ്പർശനം ആവശ്യമായിരിക്കുന്ന പോലെ സീനിയർ സിറ്റിസൺസിന്, ഓൾഡ് ഏജ് പേരൻസിന് ആവശ്യമായിരിക്കുന്നതും ഈ ഫിസിക്കൽ സ്ട്രോക്കാണ്. വെർബൽ സ്ട്രോക്കിനേക്കാൾ കൂടുതൽ ആവശ്യം ഫിസിക്കൽ സ്ട്രോക്കാണ്. ഈ സ്പർശനം അപ്പച്ചനും അമ്മച്ചിയും കൂടെ പരസ്പരം ഒന്ന് സ്പർശിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ സ്പർശനത്തിന് ഇറ്റ് ഹാസ് ഗോട്ട് മാജിക്കൽ പവർ. ഇതൊരു ട്രാൻസ്ഫോമിങ് ഇഫക്റ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് സ്പർശിക്കുന്ന ഉടനെ ഒരു ഭയങ്കര ട്രാൻസ്ഫോമിങ് ഇഫക്റ്റ് അവിടെ നടക്കുകയാണ്. അവരുടെ ആ ഗ്ലാൻസ് ഒക്കെ ഉദ്ദീപിപ്പിക്കപ്പെടുകയാണ്. ആ സ്പർശനം നമ്മളെ കൂടുതൽ ഹെൽത്തി ആക്കുകയാണ്, ആരോഗ്യമുള്ളവരാക്കുകയാണ്. അപ്പോൾ ഈ പ്രായമാകുമ്പോൾ ഈ ഫിസിക്കൽ സ്ട്രോക്കിന് വലിയ ഒരു സ്ഥാനമുണ്ട്. നിവൃത്തിയുള്ളിടത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കുന്ന സമയങ്ങളിലൊക്കെ പരസ്പരം ഫിസിക്കൽ സ്ട്രോക്ക് കൊടുക്കണം. ഈ സ്പർശനം കൊടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും. ഞാൻ ഒരിടത്തൊരു ക്ലാസ്സില് ഈ ഫിസിക്കൽ സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോഴേ പ്രായമായ ഒരു അമ്മച്ചി എൻ്റെ അടുക്ക് വന്ന് പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ ഈ അങ്ങേരെ ഇങ്ങനെ സ്പർശിക്കാനായിട്ട് ചെല്ലുമ്പം അങ്ങേരുടെ വിധമൊക്കെ മാറും, അങ്ങേര് വേറെ ഏതാണ്ടൊക്കെ അന്നേരത്ത് ചിന്തിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ സ്പർശനമൊക്കെ അങ്ങ് നിർത്തിയെന്ന് പറഞ്ഞു. ഈ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അതൊരു സെക്ഷുവലിന് വേണ്ടിയുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. അതിനു വേണ്ടിയുള്ളതല്ല. സ്പർശനം എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തി ആക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കപ്പെടും. ഐ ആം സ്റ്റിൽ വാണ്ടഡ് എന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടാകും. അപ്പൊ ഈ സ്പർശനം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. നിവൃത്തിയുള്ളിടത്തോളം നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പർശനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സംഗതി റെമിനിസെന്റ് തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. റെമിനിസെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാല് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഷെയർ ചെയ്യുന്നതിനാണ് റെമിനിസെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റെമിനിസെന്റ് തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട്. അതായത് ഈ പ്രായമുള്ളവരുടെ പഴയകാല അനുഭവങ്ങൾ അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക. ആ പറയിപ്പിച്ചിട്ട് ഈ അനുഭവങ്ങള് ഒരു പുതിയ ലൈഫിന് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. അതാണ് റെമിനിസെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ തന്നെ ഇരിക്കുന്ന സമയത്ത് വല്ലതുമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കൂട്ടാതെ ഈ പഴയ കാല അനുഭവങ്ങൾ, ചെറുപ്പം മുതലുള്ള അനുഭവങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് പറയണം. പറയുന്നുണ്ട് മറ്റേ ആൾ അത് കേട്ടുകൊണ്ടിരിക്കണം. കല്യാണം കഴിച്ച ആ സമയത്തെ കാര്യങ്ങളൊക്കെ പറയണം, അത് കേട്ടുകൊണ്ടിരിക്കണം.
ഇങ്ങനെ പറയുന്ന അവസരത്തിൽ ചിലർക്ക് ഈ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോ ചില കുറ്റബോധങ്ങളൊക്കെ കാണും. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത്, ചേരുതാത്തത് ചെയ്തത്, അതിനെക്കുറിച്ചുള്ള കുറ്റബോധങ്ങളൊക്കെ കാണും. അങ്ങനെയുള്ള കുറ്റബോധങ്ങളൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് റെമിനിസെന്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ അങ്ങോട്ട് പറയാം. ആദ്യം അപ്പൻ പറയണം. കുറെ കഴിയുന്നുണ്ടെ അമ്മ ഇങ്ങോട്ട് പറയണം. പിന്നെ നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് വരികിൽ എടുത്ത് അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള കമന്റ്സുകൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണം. അപ്പൊ കല്യാണ ഫോട്ടോകളൊക്കെ നോക്കി അതിനെക്കുറിച്ച് കമന്റ്സ്, കല്യാണത്തിന്റെ കാര്യങ്ങള്, നിങ്ങളുടെ ലൈഫിന്റെ കാര്യങ്ങള്, പണ്ട് നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴത്തെ അനുഭവങ്ങള്, പിന്നെ നിങ്ങള് വീരകൃത്യങ്ങൾ ചെയ്ത അനുഭവങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മ്യൂച്വലായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം ഫാമിലിയിൽ ഉണ്ടാകണം. അത് അപ്പനും അമ്മയും കൂടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക, പഴയ ഫോട്ടോകളൊക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ഉണർവും ഉന്മേഷവുമാണ് അവിടെ കിട്ടുന്നത്. ആ ഷെയറിങ്ങിലൂടെ റെമിനിസൻസിലൂടെ യു ആർ ബീങ് എനർജൈസ്ഡ്. നമ്മുടെ എനർജി അവിടെ വർദ്ധിക്കുവാനായിട്ട് അത് സഹായകരമായിട്ട് മാറും. അപ്പോൾ ആ ഒരു 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 റെമിനിസൻസ് തെറാപ്പി നിങ്ങൾ തന്നെ സ്വയം കുടുംബത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റൊരു സംഗതി, ഈ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഗതികൾക്കും നിങ്ങൾ മാറ്റം ഉണ്ടാക്കണം. ഈ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു രീതിയുണ്ട്. ഈ പഴയ കാര്യങ്ങൾ അതേ രീതിയിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തനത്തിനൊരു മാറ്റം ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എപ്പോഴും നിങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഒരേ കപ്പിൽ തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ആ കപ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും ആ കപ്പിൽ തന്നെ അപ്പന് ചായ വേണം. ഒന്ന് മാറണം. 2 ദിവസം അതിനകത്ത് കുടിച്ച് 3-ാം ദിവസം ഒരു പുതിയ കപ്പിൽ ചായ കുടിക്കണം. അതൊന്ന് മാറ്റിയെടുക്കണം. ഒരേ കളി തന്നെ എന്നും കളിച്ചോണ്ട് ഇപ്പൊ ക്യാരംസ് എല്ലാ ദിവസവും ക്യാരംസ് കളിക്കുക. 2 ദിവസം കളിച്ചു, 3-ാം ദിവസം അത് മാറണം. ഒന്ന് ചെസ്സിലേക്ക് മാറണം, അല്ലെ കാർഡിലേക്ക് മാറണം. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. അതായത് തന്നെയും പിന്നെയും ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കരുത്. എപ്പോഴും ഒരു മാറ്റം ഉണ്ടാക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിള് വർഷങ്ങളായിട്ട് ഒരേ ദിശയിലാ കിടക്കുന്നത്. അതൊന്ന് മാറ്റിയിട്ട് നോക്കിക്കേ. മാറ്റിയിട്ട് മറ്റൊരു ദിശയിലേക്ക് ആ ഡൈനിങ് ടേബിൾ ഒന്ന് തിരിച്ചിട്ട് നോക്കിക്കേ. അവിടെ ഒരു ന്യൂനെസ് ഉണ്ടാകും. ഒരു ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങൾ പ്രായമാകുമ്പോൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ട്, ഓ ഇനിയിപ്പം അധിക നാളൊന്നുമില്ല, ഇതൊക്കെ മതി. ആ ഷർട്ട് മാറി ഒരു പുതിയ ഷർട്ട് ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കിക്കേ. നിങ്ങളിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകും. ഒരു ന്യൂനെസ് അവിടെ ഉണ്ടാകും. ഉടുത്തുകൊണ്ടിരിക്കുന്ന സാരി, ആ ഒരു പുതിയ സാരി ഒന്ന് വാങ്ങി, ഓ എന്നും അതിനാ ഇനിയും അങ്ങോട്ട് കർത്താവ് വിളിക്കുമ്പോ പാനായിട്ട് ഇരിക്കുക. അതുകൊണ്ട് ഇനിയും പുതിയതൊന്നും അല്ല, പുതിയത് വാങ്ങിച്ചിടണം. ഇടുമ്പോഴാണ് ഒരു ന്യൂനെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ തന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റൊട്ടീൻ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളൊരു മാറ്റം ഉണ്ടാക്കണം. നിവൃത്തിയുള്ളിടത്തോളം 1-2 ദിവസത്തിനുള്ളിൽ പുതിയ 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 കാര്യങ്ങൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഒരു ന്യൂനെസ് ഉണ്ടാകുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഈ കുഞ്ഞുങ്ങൾ പറന്നുപോയ കൂടിന്റെ അവിടൊക്കെ വന്നിരുന്ന് ഈ തന്തയും തള്ളയും കിളികളുണ്ടല്ലോ അതിങ്ങനെ നോക്കി 3-ാം ദിവസം അത് നോക്കുന്ന മുകളിലേക്ക് നോക്കി ഒരൊറ്റ പറക്കയാ. എന്തിനാ? ഫോർ ദ ന്യൂനെസ്. ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി അത് പറക്കുകയാണ്. അപ്പോൾ ഒരു ന്യൂനെസ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ തനി ആവർത്തനം അത് ഒന്ന് മാറി ഒരു പുതുക്കം അവിടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഉന്മേഷം നമുക്കുണ്ടാകും. ഒരു പുതിയ ന്യൂനെസ്, ഒരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റൊരു സംഗതി, ഈ പ്രായമായതുകൊണ്ട് അപ്പനും അമ്മയും ഒരുമിച്ച് പോകരുതെന്നൊന്നുമില്ല കേട്ടോ. ഈ പണ്ടത്തെ കാലത്തൊക്കെ നാട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൻ അങ്ങ് മുന്നേ നടക്കും, അമ്മ 1 മൈൽ പുറകെയാ. അങ്ങ് മുന്നേ പോയേച്ച് അപ്പൻ കുറച്ച് കഴിയുമ്പോ നിൽക്കും, അമ്മ വരുന്നത് നോക്കിക്കൊണ്ട്. പിന്നെയും അപ്പം മുന്നോട്ട് നടക്കും. ഇവർ ഒരുമിച്ച് നടക്കുകയാ.
അത് മാറണം. അതായത് എത്ര പ്രായമായാലും നിങ്ങൾ ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് നടക്കണം. പള്ളിയിൽ പോകുന്നത് നിങ്ങൾ ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഒരുമിച്ച് പള്ളിയിൽ ചെന്നിട്ട് നിവൃത്തിയുണ്ടെങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് ഇരിക്കണം. ഒരുമിച്ചിരിക്കാൻ പ്രായമായവരുടെ അച്ഛാ സാമച്ച ഒരുമിച്ചിരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ പള്ളിയിൽ കൊടുക്കണം കേട്ടോ. കൊടുക്കണം. പ്രായമായവർ വരുന്ന ഉടനെ അപ്പനും അമ്മയും കൂടെ പള്ളിയിൽ ഒരുമിച്ചിരിക്കട്ടെ. ആ ഒരുമിച്ചിരിക്കുന്നതിനകത്ത് ഒരു വലിയ ഒരു അനുഭവമുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. പള്ളി കഴിയുന്ന ഉടനെ ഭർത്താവ് ഓടി, ഇപ്പം കാറ് ദൂരെ ഇട്ടേക്കാണ്, ഭർത്താവ് ഓടിപ്പോയി കാറയിലിരിക്കും. ഭാര്യ വരാനായിട്ട് ഇങ്ങനെ കാറിനകത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെയല്ല. നിങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടെ പള്ളിയിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാറിൽ കയറണം. കാറിൽ നിന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങി വരണം. ആ ഒരുമിച്ചുള്ള ഒരു പോക്കിനകത്ത് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും. ഒരു പ്രത്യേക അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ടുഗദർനെസ്. ആ ടുഗദർനെസ് പ്രായമാകുമ്പോൾ കുറയുകയല്ല. ടുഗദർനെസ് പ്രായമാകുമ്പോൾ വർദ്ധിച്ചു വരികയത്രേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സാധാരണ ഈ പ്രായമാകുന്നവർ അവരുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഇനി കർത്താവ് വിളിക്കുമ്പം അങ്ങ് പോയാ മതി. അങ്ങനെ കർത്താവ് വിളിക്കുമ്പോൾ പോകാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. കർത്താവ് ഒട്ട് വിളിക്കുന്നുമില്ല, ഇവിടെ പോക്കൊട്ട് നടക്കുന്നുമില്ല. എന്നാ ചെയ്യുന്നത്? ലൈഫ് ബോറടിപ്പിക്കും നിങ്ങള്. ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ആസ് എ ഫാമിലി യു ഹാവ് ടു സെലിബ്രേറ്റ് യുവർ ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറയുന്ന ആഘോഷിക്കാനുള്ളതാ കേട്ടോ. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളതാ. ഓൾഡ് ഏജ് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് യു ബിക്കം മോർ ആൻഡ് മോർ ഹെൽത്തി. യു ബിക്കം മോർ ആൻഡ് മോർ ഹാപ്പി അബൌട്ട് യുവർ ലൈഫ്. ആ റിലേഷൻഷിപ്പ് കൂടുതൽ അവിടെ സ്ട്രെങ്തൻ ചെയ്യും. ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കേണ്ട പ്രായമാണ്. നിങ്ങളിൽ ചിലരൊക്കെ ഈ ഇക്കിഗായി എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. വായിക്കാത്തവരുണ്ടെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ചൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇക്കിഗായി ഈ ജപ്പാനില് ഉള്ള ഒരു പ്രത്യേക ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലെ മനുഷ്യര് 100 വയസ്സിൽ കൂടുതൽ പേരും 100 വയസ്സിൽ കൂടുതൽ ജീവിക്കുന്നവരാണ്. അവരുടെ ആയുസ് വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ തെളിഞ്ഞ ഇവരുടെ ആയുസ് ഇത്രയും നീളാനായിട്ടുള്ള കാരണം എന്നാണെന്നറിയാമോ? ആ പഠനത്തിൽ തെളിഞ്ഞതായിട്ടുള്ള ഒരു സംഗതി, ഇവരുടെ സോഷ്യൽ ലൈഫാണ് ഇവരുടെ ആയുസ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. അവരുടെ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടെന്ന് വരികിൽ ആ കമ്മ്യൂണിറ്റി മൊത്തം ഒരുമിച്ച് കൂടി ആ ബർത്ത്ഡേ ആഘോഷിക്കും. ആരുടെയെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി മൊത്തം ആ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. ലൈഫ് ഈസ് അവർക്ക് ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഇത് ആഘോഷമാക്കിയപ്പോഴാണ് അവരുടെ ലോഞ്ചിറ്റിവിറ്റി, അവരുടെ ആയുസിന്റെ നീളം കൂടുന്നത്, അവരുടെ ആരോഗ്യവും കൂടുന്നത്. ഇതൊരു ആഘോഷമാക്കി. അപ്പൊ ജീവിതം, പ്രത്യേകിച്ച് ഓൾഡ് ഏജ് ഒരു ആഘോഷമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥമുള്ളതായിട്ട് തീരുന്നത്. ലൈഫ് ഷുഡ് ബി സെലിബ്രേറ്റഡ്. അതൊരു ആഘോഷമാക്കി മാറ്റണം. ഇപ്പം പ്രായമായ മാതാപിതാക്കൾ നിങ്ങളുടെ ഈ പിന്നെ ഒരു ബർത്ത്ഡേ വരികയാണെന്ന് വെച്ചു. ആ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങളുടെ അടുത്തുള്ള പ്രാർത്ഥനക്കാരെ അല്ലെ ഇടവയിലുള്ളവരെ എല്ലാവരെയും കൂടെ ഒക്കെ ഒന്ന് വിളിച്ചു കൂട്ടണം. നിങ്ങളുടെ വീട്ടില് വിളിച്ചു കൂട്ടിയിട്ട് അതൊരു ആഘോഷമാക്കി മാറ്റണം. താങ്ക്സ് ഗിവിംഗ് സർവീസ് ആക്കി മാറ്റണം. ആ എല്ലാവരും കൂടി ആ വീട്ടിൽ വന്ന് നല്ലൊരു ഫെലോഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ പ്രായമായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകാന്തതയിലേക്ക് നമ്മൾ കൂടുതൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ആ ഏകാന്തത മാറുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കള് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ്. ഈ കൊച്ചുമക്കള് വീട്ടിൽ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നുമല്ല. നിങ്ങളുടെ മോനും മോക്കും അവർക്ക് വേറെ കാര്യങ്ങളുണ്ട്, അതിന് പോകണം. അപ്പൊ മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചേച്ച് പോകാനായിട്ട് മക്കളെ കൊണ്ട് ഇങ്ങോട്ട് ആക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മക്കൾ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളെ വേണം, കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളെ വേണം എന്നുള്ള ചിന്തയാ. അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഇരട്ടി കാര്യങ്ങളൊക്കെ കൊടുക്കും അവരെ സന്തോഷിപ്പിക്കാൻ. അവരെ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെയോ അവർക്ക് ഞങ്ങളോട് ഇഷ്ടം കൂടണം, അതിനുവേണ്ടി കൊടുക്കുന്നതാ. അതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കൊച്ചുമക്കളൊക്കെ വരണം, മക്കളൊക്കെ വരണം, അത് നല്ല കാര്യങ്ങളൊക്കെയാണ്.
പക്ഷെ അതിനകത്ത് ലിമിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ പ്രാർത്ഥനയോക്കാര്, നിങ്ങളുടെ ഇടവക്കാര്, നിങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരുമിച്ച് വരണം, നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ച് വരണം. ഒരുമിച്ച് വന്നിട്ട് അതിനെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റണം, അതിനെ ഒരു ആഘോഷമാക്കി മാറ്റണം. അങ്ങനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായിട്ട് മാറും. ഈ ആസ്വാദ്യകരമായിട്ട് മാറുക എന്ന് പറയുന്നതാണല്ലോ ജീവിതം എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത്. ജീവിതത്തെ ഓർത്ത് പിറുപിറുത്തോണ്ടിരിക്കാതെ ജീവിതം ആസ്വാദ്യകരമായിട്ട് മാറും. അതിനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാകണം. മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വാദ്യകരമായിട്ട് തീരുകയുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാകണം, മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. നിങ്ങള് ഒരു ദിവസത്തെ ഞായറാഴ്ചത്തെ പള്ളി ആരാധന കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി. നിങ്ങളുടെ കാറ് ഇച്ചിരി ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വയ്ക്കുക. നിങ്ങൾ കാറിനടുത്തേക്ക് നടന്നു പോകുന്ന ഉടനെ പകുതി വഴിയായപ്പോൾ ഒരു വലിയ മഴ പെയ്തു. തിരിച്ച് പള്ളിയിലോട്ട് കയറിയാലും നിങ്ങൾ നനയും, കാറിന്റെ അടുക്കലോട്ട് നടന്നാലും നിങ്ങൾ നനയും. ഇടയ്ക്ക് കയറി നിൽക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ല. എന്തോ ചെയ്യും നിങ്ങൾ? നനയുക. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും നനയും, കയറി നിൽക്കാൻ സ്ഥലമില്ല. എന്തോ ചെയ്യും? അപ്പൊ മനസ്സിൽ കൂടെ പല ചിന്തകളൊക്കെ പോകും. എന്തോ ഇടപാട്, ഈ ദൈവത്തിന് ഒരു 2 മിനിറ്റിലൂടെ കഴിഞ്ഞ് മഴ പെയ്യിച്ചതായിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ ഒരു മഴ പെയ്യിപ്പിക്കാൻ കണ്ട സമയം. ദൈവത്തോടെ നമ്മൾ പിറുപിറുക്കും. പിന്നെ ആരോട് പിറുപിറുക്കും? നിങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് പിറുപിറുക്കും. ഈ അച്ഛൻ പ്രസംഗം വലിച്ചങ്ങ് നീട്ടി, അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴേ ഇപ്പൊ വീട്ടിലെത്തായിരുന്നു. അപ്പം നീട്ടി പ്രസംഗിച്ച അച്ഛനോട് നിങ്ങൾ പിറുപിറുക്കും. പിന്നെ ആരോട് പിറുപിറുക്കും? എന്നും അവളാണ് ഒരു കുടയെടുക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് അവളും മാറുന്നു, ഭാര്യയെ കൂടെ കുറ്റം പറയും. അപ്പൊ നമ്മൾ ഈ നനയുന്ന സമയത്ത്, അതായത് നമുക്കൊരു പ്രതിസന്ധിയാണല്ലോ അവിടെ ഉണ്ടാകുന്ന സമയത്ത്, നമ്മള് പിറുപിറുക്കും. ദൈവത്തോട് പിറുപിറുക്കും, അച്ഛനോട് പിറുപിറുക്കും, ഭാര്യയോട് പിറുപിറുക്കും, അല്ലെങ്കിൽ ഭർത്താവിനോട് പിറുപിറുക്കും. അങ്ങനെ പിറുപിറുത്തോണ്ട് നിങ്ങൾ നനഞ്ഞ് കാറിന്റെ അടുക്ക വരെ ചെല്ലും. ഇങ്ങനെ പിറുപിറുത്തോണ്ട് അല്ലാതെ കാറിന്റെ അടുക്ക വരെ ചെല്ലാനായിട്ട് വേറെ വല്ല മാർഗമുണ്ടോ? ഏതായാലും നനയും. ഇങ്ങനെ പിറുപിറുത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് പോകാതെ വേറെ വല്ല മാർഗമുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കി. നിങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ മഴയുള്ള ദിവസം അമ്മ കുട തന്നു വിടും. അമ്മയുടെ കണ്ണും അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ കുട അങ്ങ് മടക്കും. മടക്കി വെച്ച് നിങ്ങൾ ഈ മഴവെള്ളം നിങ്ങളുടെ തലയിലോട്ട് വീണ ആ മഴ നിങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്യും. മഴവെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വായിലോട്ട് അത് പിടിച്ച് എന്നൊരു വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റിച്ച് വിടും. നിലത്തെ വെള്ളത്തിൽ കാലിട്ട് അടിക്കും. യൂസ് ടു എൻജോയ് റെയിൻ, അല്ലേ? ഒരു കാലത്ത് മഴ നിങ്ങൾ ആസ്വദിച്ചിരുന്നവരാ. ആ എൻജോയ്മെന്റ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ. അതിനെ വെളിയിലെടുത്താൽ മതി. ഈ മഴ നിങ്ങൾ കാറിന്റെ അടുക്കൽ ചെല്ലുന്നവരെ ഏതായാലും നനയും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ പിറുപിറുത്തോണ്ട് ഇത് നനയണോ അതോ എൻജോയ് ചെയ്തോണ്ട് നനയണോ? ഏതായാലും നനയും. Why can't you enjoy rain? അത് ആസ്വദിച്ചുകൊണ്ട് എനിക്ക് പോകരുതോ? ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഒന്നും നമുക്ക് മാറ്റാനായിട്ട് ഒക്കത്തില്ല. ഏത് അനുഭവം ഉണ്ടായാലും ആ അനുഭവത്തെ നമ്മൾ ആസ്വദിക്കുവാനായിട്ടും എൻജോയ് ചെയ്യുവാനായിട്ട്, പ്രതിസന്ധികളാണെങ്കിലും അതിനെ ക്രിയാത്മകമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനാവശ്യമായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ നിങ്ങളുടെ ജീവിത അവസാനം വരെ ഒന്നുകിൽ പിറുപിറുത്തോണ്ട് ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത്. ഈ ഓൾഡ് ഏജിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം ഒന്നുകിൽ നിങ്ങൾക്ക് പിറുപിറുത്തോണ്ട്
ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം. ഇത് ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയതായുള്ള കാര്യങ്ങൾ ഓൾഡ് ഏജിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ലോൺലി ഫീലിംഗ്, നമ്മുടെ ആൻസൈറ്റി, നമ്മുടെ സ്ട്രെസ്, ഫിയർ ഓഫ് ഡെത്ത്, നമ്മുടെ ഏകാന്തത, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ വിട്ടിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് അവർ വിവാഹിതരായി അല്ലെ ജോലിക്ക് പോയി, അപ്പോൾ നമ്മുടെ വീട് ഒരു ശൂന്യമായ വീടായിട്ട് തീരുന്ന ഒരു എംപ്റ്റി നെസ്റ്റ് അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ എംപ്റ്റി നെസ്റ്റ് അനുഭവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ നിവൃത്തിയുള്ളിടത്തോളം സ്ട്രോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫിസിക്കൽ സ്ട്രോക്ക് ആവശ്യം പോലെ കൊടുക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്പർശനത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കണം. റെമിനിസെന്റ് തെറാപ്പി നമ്മൾ നടത്തണം. പഴയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും കേൾക്കുകയും ചെയ്യണം. അതിങ്ങനെ പറയുമ്പോൾ അത് ആസ്വദിപ്പാനായിട്ടുള്ള ഒരു സംഗതി, ഒരു മനോഭാവം നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ സംഗതികളിൽ എപ്പോഴും ഒരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഓരോ മൊമെന്റും നിങ്ങൾ ആസ്വദിക്കണം. ഓരോ മൊമെന്റും. നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്പൊ ഒരു കാപ്പി കുടിക്കുകയാണെന്ന് വരികിൽ ആ കാപ്പി കുടിക്കുമ്പോൾ ആ കാപ്പിയുടെ സ്വാദ് അങ്ങനെ എൻജോയ് ചെയ്ത് ആസ്വദിക്കുക. ആ ഒരു മൊമെന്റ് നിങ്ങൾ ആസ്വദിക്കുക. ഓരോ മൊമെന്റിലും നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാനായിട്ടുള്ള ജീവിതമാണ്. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ദൈവം ജീവിതം ആസ്വദിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജീവിതം പെറുവിർത്ത് നശിപ്പിക്കുവാനായിട്ടല്ല ദൈവം തന്നിരിക്കുന്നത്. ഒരുമിച്ച് കൂടിയിരുന്ന് ജീവിതം എങ്ങനെ ആസ്വദിക്കണം. ഓരോ മൊമെന്റും. ഇന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഇന്ന് കിട്ടിയ ഭക്ഷണത്തെ ഓർത്ത് മാത്രം നിങ്ങൾ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. ഓരോ മൊമെന്റും. ഇന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകാനായിട്ട് ഒക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകാൻ, അയ്യോ നാളെ പോകാൻ ഒക്കുമോ? വേണ്ട, ചിന്തിക്കണ്ട. ഇന്ന് ഒരുമിച്ച് പോകാനൊത്തല്ലോ, അത് നിങ്ങൾ ആസ്വദിക്കണം. അപ്പൊ ഓരോ മൊമെന്റും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മൊമെന്റും നിങ്ങൾ ആസ്വദിക്കണം. അതിന് തക്ക രീതിയിൽ റൊട്ടീനിലൊക്കെയും മാറ്റങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം, ഒരുമിച്ച് ദേവാലയത്തിൽ പോകണം, നിവൃത്തിയുള്ളതോടെ ഒരുമിച്ചിരിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് നടത്തണം. ഇതൊക്കെയും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ ആ ടുഗദർനെസ് നിങ്ങളിൽ വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. എസ്പെഷ്യലി ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരിയഡ് ഓഫ് സെലിബ്രേഷൻ. നിങ്ങളുടെ ഓരോ മൊമെന്റും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ആസ്വാദനമായിട്ട് മാറും. എറിക്സൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്ന ഓൾഡ് ഏജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ എന്ന. ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ലൈഫിലേക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന അനുഭവമാണ് ഇന്റഗ്രിറ്റി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധവും നിരാശയും ഉണ്ടാകുന്നതാണ് ഡെസ്പെയർ. ഇതിലേതാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഇതുവരെയുള്ള പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ ജീവിതത്തെ കുറിച്ചൊരു സംതൃപ്തിയാണോ അതോ ഡെസ്പെയർ ആണ്? ചിന്തിക്കുക. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അത് വല്ലാത്തൊരു ലോൺലിനെസ് ഉണ്ടാകും. ആ ലോൺലിനെസ് ഉണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയും അങ്ങ് ചത്താ മതി എന്നുള്ള ചിന്തയിലേക്ക് പോകും. അപ്പൊ കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏകാന്തത എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ ഏകാന്തതയിൽ പിന്നെ ജീവിച്ചിരിക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല. അവരുടെ ഏകാന്തതയെ, ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ലോൺലിനെസ് ഉണ്ടാകുകയല്ല, നമ്മൾ ഉണ്ടാക്കുകയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാള് ലോൺലി ആകണോ വേണ്ട എന്ന് അവരാ തീരുമാനിക്കുന്നത്. ലോൺലിനെസ് മാറ്റാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ലോൺലിനെസ് മാറ്റാനായിട്ട് അവർക്ക് മറ്റുള്ളവരുമായിട്ട് അറ്റ്ലീസ്റ്റ് ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാമല്ലോ.
ലോൺലിനെസ് മാറാനായിട്ട് മറ്റുള്ളവരെ നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമല്ലോ. വീട്ടിൽ ഒരുമിച്ച് വന്നിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറയാമല്ലോ. എന്നാൽ ചിലരെ കൊണ്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനോ ഫോൺ ചെയ്യാനോ ഒക്കെ സാധിച്ചെന്ന് വരത്തില്ല. അപ്പൊ പാരിഷിൽ ചെയ്യേണ്ട ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ ലോൺലിനെസ് മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു മിനിസ്ട്രി നിങ്ങൾ ഉണ്ടാക്കണം. ആ മിനിസ്ട്രി എന്ന് പറയുന്നത് അവര് നമ്മള് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന കുറച്ചു നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവരുടെ ദേഹത്തൊന്ന് സ്പർശനമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു പരിധി വരെ ആ ലോൺലിനെസ് അവർക്ക് മാറും. ഒരിക്കൽ പോയി ഇനി അടുത്ത വർഷം വിസിറ്റ് ചെയ്യുന്ന അനുഭവം അല്ല ഞാൻ ഈ പറഞ്ഞത്. ആഴ്ചയിൽ നിവൃത്തി ഉണ്ടെന്ന് വരികിൽ അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം. സീനിയർ സിറ്റിസൺസ് ആയിട്ട് അടുത്തുള്ളവരൊക്കെ ഇങ്ങനെയുള്ളവരെ കൂടുതൽ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും അത് പ്രയോജനപ്രദമായിട്ട് മാറും. നിങ്ങൾ എത്ര വിസിറ്റ് ചെയ്താലും അവരുടെ ലോൺലിനെസ് മാറണോ എന്ന് അവരാ തീരുമാനിക്കുന്നത്. എനിക്കാരുമില്ലേ, ഞാൻ ഒറ്റപ്പെട്ടു പോയേ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആര് വിസിറ്റ് ചെയ്താലും അവരുടെ ലോൺലിനെസ് മാറത്തില്ല. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡിൽ, മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അതിന് നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് അച്ഛന്മാരോ അതുപോലെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവരോ ഒക്കെ കൊടുക്കണം. അങ്ങനെയുള്ളവര് എപ്പോഴും ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയാവോ? എന്ത് ഇല്ല എന്നുള്ളതിനെ കുറിച്ചാ ചിന്തിക്കുന്നത്. എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എന്ത് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് അവരെ നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ അവരുടെ ലോൺലിനെസ് ഒരു പരിധി വരെ കുറയും. ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. അതായത് ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ. എന്നാൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം. ഒരിക്കല് ഒരു പ്രായമായ ഒരാളെ വിസിറ്റ് ചെയ്യാനായിട്ട് അച്ഛൻ ചെന്നു. അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോ ആ സ്ത്രീയെ എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയാ. എല്ലാത്തിനും സ്തോത്രം 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 ഇതാണ് അവര് പറയുന്നത്. ഇവര് കട്ടിലേല് ഈ തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായവരാ. അവരുടെ ശരീരത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ ഒന്നും അനക്കാൻ ഒക്കത്തില്ല. സ്തോത്രം സ്തോത്രം. ഈ അച്ഛൻ ചെന്ന ഉടനെ ഇവര് സ്തോത്രം പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും അനക്കാൻ ഒക്കത്തില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ സ്തോത്രം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴവര് അവരുടെ വലത്തെ കൈയുടെ ഈ 2 വിരൽ ഇങ്ങനെ അനക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ 2 വിരൽ അനക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരു വേദപുസ്തകം എന്റെ മുന്നേ കൊണ്ടുവച്ചാല് ഈ വിരൽ കൊണ്ട് എനിക്ക് അതിന്റെ പേജുകൾ ഇങ്ങനെ മാറ്റാം. അത് വായിക്കാൻ എനിക്ക് ഇപ്പോഴും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പേജുകൾ ഇങ്ങനെ മാറ്റി എനിക്ക് വേദപുസ്തകം വായിക്കാൻ സാധിക്കും. എങ്ങനെ ഞാൻ സ്തോത്രം പറയാതിരിക്കുക വെച്ചാ? തിരിച്ച് അച്ഛനോട് ചോദിച്ച ചോദ്യമാണ്. ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന സ്ത്രീയാ, ആകെ അനക്കാവുന്ന ഈ 2 വിരലുകളാ. അത് വെച്ചുകൊണ്ട് അവര് സ്തോത്രം പറയുന്നത്. ഇതൊരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ആണ്. അതായത് നമുക്ക് എന്തില്ല എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആകും. എന്ത് ഉണ്ട് എന്നുള്ളതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷമുള്ളവരായിട്ട് മാറും. അപ്പൊ ലോൺലിനെസ് മാറ്റാനുള്ള ഒരു പ്രധാന സംഗതി അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് അവർക്ക് എന്തുണ്ട് ഇപ്പോൾ എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് ഉള്ളതിന് സ്തോത്രം പറഞ്ഞു തുടങ്ങാനായിട്ട് അവരെ സഹായിക്കും. ഈ സ്തോത്രം തെറാപ്പി എന്നും പറഞ്ഞൊരു തെറാപ്പി ഉണ്ട് കേട്ടോ. സ്തോത്രം തെറാപ്പി എന്ന് പറഞ്ഞാല് അത് ഈ പൗലോസാ നമുക്ക് കാണിച്ചു തന്നത്. സ്തോത്രം തെറാപ്പി അതെന്തുവാ? ഏത് അവസരത്തിലും സ്തോത്രം ചെയ്യാനായിട്ട് പൗലോസാ പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ കൈയും കാലും കെട്ടി ചങ്ങലയ്ക്ക് കിടക്കുമ്പോഴും സ്തോത്രം, ഒന്ന് കുറെ 40 അടി കിട്ടുമ്പോഴും സ്തോത്രം. ഈ സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, ജീവിതത്തിൽ കൂടുതൽ അർത്ഥമുള്ളതാകും. അപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ മതിയേ എന്നും പറഞ്ഞിരിക്കുന്നവരോട് നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് വല്ലതും ഉണ്ടോ? ജീവിതത്തിൽ ഇന്ന് സ്തോത്രം ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഒന്ന് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് സ്തോത്രം തെറാപ്പിയിലൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞൊന്ന് തുടങ്ങിച്ചാൽ അവരുടെ ലോൺലിനെസ് ഒരു പരിധി വരെ മാറും. നിങ്ങൾ എത്ര വിസിറ്റ് ചെയ്താലും ലോൺലിനെസ് സ്വയം മാറ്റിയില്ലേ മാറത്തില്ല. ആ ലോൺലിനെസ് സ്വയം മാറ്റാനായിട്ടുള്ള ഹെൽപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഹെൽപ്പ് ദം ടു ഐഡന്റിഫൈ their own strength അല്ലെങ്കിൽ the blessings they enjoy in their life.
അത് ഓർത്ത് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു പ്രേരണ തുടങ്ങിയാൽ അതൊരു ബിഗിനിങ് ആയിരിക്കും. ക്രമേണ അവരിൽ മാറ്റം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ നമ്മുടെ ഈ ഏജിങ് എംപ്റ്റീനെസ് ഫീലിങ്ങിന് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംഗതികളുണ്ടോ? പ്രായം മാത്രമേ ഉള്ളോ? അതിന് വേരിയബിൾസ് വേറെ ഏതെങ്കിലും ഉണ്ടോ? എഡ്യൂക്കേഷന്, നമ്മുടെ കൾച്ചറ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഏജ്, ഇങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ അതിനകത്തുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചത്. അതെല്ലാം ഉണ്ട്. ഈ ഒരു ഫാക്ട് മാത്രമല്ല, ഏജ് മാത്രമല്ല. ഇപ്പം ഈ 65 മുകളിലുള്ളവർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ ക്ലാസ്. അപ്പൊ ആ പ്രായം മാത്രമല്ല ഈ എംപ്റ്റീനെസ് ഫീലിങ്സ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കൾച്ചർ അതിനകത്ത് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എഡ്യൂക്കേഷൻ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഈ കൾച്ചറും എഡ്യൂക്കേഷനും ഒക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് പ്രായമായതുകൊണ്ട് എംപ്റ്റീനെസ് ഫീലിംഗ് ഉണ്ടാകണമെന്നില്ല. നമ്മള് ആ അവസ്ഥ ഉണ്ടാകും, പക്ഷേ ആ ഫീലിംഗ് ഉണ്ടാകണമെന്നില്ല. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കൾച്ചറും ഒക്കെ അതിനെ കാണാനായിട്ടും കൈകാര്യം ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കാനായിട്ട് പര്യാപ്തമാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്റ്റീനെസ് ഫീലിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സഹായകരമാണ്, നമ്മുടെ കൾച്ചർ സഹായകരമാണ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സഹായകരമാണ്. ഈ വേരിയബിൾസ് എല്ലാം ഇതിന് സഹായകരമാണ്. അതിനെ ബേസ് ചെയ്താണ് പ്രധാനമായിട്ട് ഈ ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് മിയർലി ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഏജ്. ഓക്കെ. രണ്ടാമത്തെ സംഗതി, ഈ സൈക്കോളജിക്കൽ ഏജിങ് ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതാണ് ഒരു സംഗതി. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഐ ആം സ്റ്റിൽ യൂസ്ഫുൾ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വളർത്തണം. ഇപ്പോഴും ഞാൻ പ്രയോജനമുള്ളവനാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെ പ്രയോജനമുള്ളവനാകാൻ സാധിക്കും? ഒരു സിമ്പിളായിട്ടൊരു കാര്യം, ഇപ്പൊ പ്രയാസത്തിൽ രോഗിയായിട്ടിരിക്കുന്ന ഒരു ഭവനമുണ്ട്, അല്ലെങ്കിൽ പ്രയാസത്തിലിരിക്കുന്ന ഒരു ഭവനമുണ്ട്. നമുക്ക് അവിടെ വരെ ചെല്ലാനായിട്ട് ആരോഗ്യം അനുവദിക്കുന്നില്ല. ഫോൺ എടുത്തിട്ട് നമുക്ക് അവരെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അവർക്ക് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് മാറുക. സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഐ ആം സ്റ്റിൽ യൂസ്ഫുൾ ഫോർ ദം. അതുപോലെ ഗ്രൂപ്പായിട്ട് നമുക്ക് പല സംഗതികൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരിക്കല് ഈ ഒരു കഥ തിരുവല്ലയില് ഒരു പള്ളിയിൽ പറഞ്ഞു. ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴ് ഒരാള് ഞാൻ തിരുവല്ല ടൗണിൽ വെച്ച് കാണും. അദ്ദേഹം ഓടി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പം അന്ന് അച്ഛൻ പറഞ്ഞ ആ കഥയുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അതങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് ഫോറം ഉണ്ടാവുന്നത്. ആ സീനിയർ സിറ്റിസൺസ് ഫോറം അവരിതുപോലെ വീടുകളിൽ പൂച്ചട്ടികളൊക്കെ വെച്ചിട്ട് ഇത് പള്ളിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ഇത് ലേലം വിളിക്കും. ലേലം വിളിക്കുന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ടിനാ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് സീനിയർ സിറ്റിസൺസിന് ഇപ്പൊ ഫണ്ടിന്റെ പ്രശ്നമേ ഇല്ല അച്ഛാ എന്ന് എന്നോട് പറഞ്ഞു. മാത്രമല്ല എന്ത് താല്പര്യത്തോടെ ഇത് ഓരോരുത്തർ കൊണ്ടുവരുന്നതെന്ന് അറിയാവോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു സിമ്പിൾ തിങ്, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഗ്രൂപ്പായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൂടെ നമ്മുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഐ ആം ബീങ് യൂസ്ഫുൾ എന്നുള്ളതായിട്ടുള്ള ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാകുക. ഒരാളെ ഒന്ന് ഫോൺ ചെയ്ത് പറയുക, അവരുടെ രോഗവിവരത്തെ കുറിച്ച് തിരക്കുക, ഒക്കുമെങ്കിൽ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഈ സീനിയർ സിറ്റിസൺസിന് ഗ്രൂപ്പായിട്ട് പള്ളിയിൽ എന്തോ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതികളിലുള്ള ഇൻവോൾവ്മെന്റ് വരുമ്പോൾ തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ ഏജിങ് മാറിക്കഴിഞ്ഞു. ഐ ആം സ്റ്റിൽ യൂസ്ഫുൾ. ഞാനിപ്പോഴും ആ രോഗിക്ക് പ്രയോജനമുള്ളവനായിട്ട് മാറുക, ആ വിഷമം അനുഭവിക്കുന്ന ആളിന് പ്രയോജനമുള്ളവനായിട്ട് മാറുക, ഞാൻ എൻ്റെ ഇടവയ്ക്ക് ഇപ്പോഴും പ്രയോജനമുള്ളവനായിട്ട് മാറുക. ചെറിയ കാര്യങ്ങൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇൻവോൾവ്മെന്റ് വന്നു കഴിയുമ്പോൾ തന്നെ സൈക്കോളജിക്കൽ ഏജിങ് അവിടെ മാറും. അതായത് നമ്മുടെ തിങ്കിങ് ആണ് എല്ലാ രീതിയിലും നമ്മളെ ഒന്നുകിൽ നല്ല വഴിക്ക് നയിക്കും, അല്ലെന്ന് ഒരിക്കൽ ദോഷ വഴിക്ക് നയിക്കുന്നതൊക്കെ നമ്മുടെ തിങ്കിങ് ആണ്. എൻ്റെ പങ്കാളി മരിച്ചാൽ പിന്നെ ഞാൻ എന്നോ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എൻ്റെ പങ്കാളി എന്നോ ചെയ്യും, പിള്ളേരെല്ലാം പോയല്ലോ. നമുക്ക് ചിന്തിക്കാനും വറി ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്യണം. എന്റെ ഭാര്യ മരിച്ചാൽ ഞാൻ എന്നോ ചെയ്യും. അപ്പൊ ശരിയാ, എന്റെ ഭാര്യ ഇപ്പൊ മരിച്ചില്ലല്ലോ, ജീവനോടുണ്ടല്ലോ. ഇപ്പൊ ജീവനോടിരിക്കുന്ന ഈ അവസ്ഥ, ഈ അനുഭവം ഞാൻ എൻജോയ് ചെയ്യുക. ആ അനുഭവത്തിൽ ഞാൻ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കത്തില്ല. എന്നാൽ മനുഷ്യരല്ലേ, നമ്മൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോകും. ചിന്തിച്ച് ചില ആളുകളില് ഈ ചിന്തകള് ഒബ്സസീവ് തോട്ടായിട്ട് മാറും. ഒബ്സസീവ് തോട്ട് എന്ന് പറയുന്നത് ഈ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. വേണ്ട എന്ന് വരികിലും അത് തന്നെ ആവർത്തിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു ഒബ്സഷനാണ്. അങ്ങനെയുള്ള ചിന്തയുടെ അവസ്ഥ വരുമ്പോൾ അവർക്ക് ഇച്ചിരി മരുന്നിന്റെ സഹായം ആവശ്യമായിട്ട് വരും. ഒബ്സസീവ് തോട്ട്സിനെ ഡീൽ ചെയ്യണമെങ്കിൽ ഇച്ചിരി മെഡിക്കൽ ഹെൽപ്പ് ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ ചിന്ത മാറണം. പക്ഷെ എനിക്ക് മാറ്റാൻ ഒക്കുന്നില്ല, ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒബ്സസീവ് തോട്ടിന് ഒരു മാറ്റം ഉണ്ടാകും. ഇതുപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്, ഈ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തമാശകൾ പറയുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതം കണ്ടേ അവരെന്ത് ഹെൽത്തി ആണെന്ന് അറിയാമോ, ആരോഗ്യമുള്ളവരാണെന്ന് അറിയാമോ. ഈ പ്രായമാകുമ്പോൾ സെൻസ് ഓഫ് ഹ്യൂമർ നഷ്ടപ്പെടരുത്. ആ സെൻസ് ഓഫ് ഹ്യൂമർ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ട് വരണം. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ വളർത്തിയെടുക്കാം. അങ്കിൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ റിലീജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അത് ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ ഈ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ റിലീജിയസ് ലൈഫില് കുറ്റബോധങ്ങൾ വളർത്താനായിട്ട് സഹായിക്കുന്ന ചിന്തകളാണ് കൂടുതൽ. അപ്പൊ പ്രായമാകുമ്പോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട്, അയ്യോ ഞാന് അന്നത് ചെയ്യണ്ടായിരുന്നു, ചെയ്തു പോയി, അയ്യോ അന്ന് അവനത് ചോദിച്ച് ഞാനത് കൊടുത്തില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും കൊടുത്തില്ല, കൊടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ കുറ്റബോധങ്ങൾ വളർത്തും. ഈ കുറ്റബോധങ്ങൾ വളരുന്നതാണ് നമ്മളെ ഒരു പരിധി വരെ നാശത്തിലേക്ക് നയിക്കുന്നത്. ഈ കുറ്റബോധം വളരാതെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് കുറ്റബോധം പിന്നീട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം God has forgiven you unconditionally. ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നത്, അൺകണ്ടീഷണൽ ആയിട്ടാണ്. നിന്റെ ഈ അനുതാപത്തിന്റെ ആഴം നോക്കിയല്ല ദൈവം ക്ഷമിച്ചത്, അൺകണ്ടീഷണൽ ആയിട്ടാണ്. അങ്ങനെയാണെന്ന് വരികിൽ ഐ ആം ഫോർഗിവൺ, അവിടെ പിന്നെ കുറ്റബോധം നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, God has forgiven me, he has already accepted me, so I have to forgive myself. ദൈവം എന്നോട് ക്ഷമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചു കഴിയുമ്പോൾ അവിടെ പിന്നെ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. പ്രായമാകുമ്പോൾ പല ആളുകളും അങ്ങൾ പറഞ്ഞതുപോലെ കുറ്റബോധങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നവരാ. ആ കുറ്റബോധം നമ്മളെ കുഴപ്പത്തിൽ നിന്ന് കുഴപ്പത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ കുറ്റബോധം നമ്മൾ മാറ്റിയിട്ട് ഐ ആം ഓൾറെഡി അക്സെപ്റ്റഡ് ബൈ ഗോഡ് എന്നുള്ള ആ ഒരു ഫെയ്ത്തിൽ നമ്മൾ മുൻപോട്ട് പോകണം. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ തോട്ട്സ് കൺട്രോൾ ചെയ്ത് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമ്മുടെ ലൈഫിനെ കാണാനായിട്ട് സാധിക്കണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ എഗ്രി ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. താങ്ക് യു. അവസാനിപ്പിച്ചാലോ? നമുക്ക് സമയമായെന്നാണ് സാമച്ചൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താമെന്നാണ് സാമച്ചൻ പറയുന്നത്. അട്ടെ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉള്ളത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. എനിക്കറിയാവുന്ന രീതിയിൽ, എല്ലാമൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല, അറിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാം. എൻ്റെ നമ്പർ വേണമെന്ന് വരികിൽ സാമച്ചനോട് ചോദിച്ചാൽ മതി, നമ്പർ കിട്ടും. എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. യു ആർ ഓൾവേസ് വെൽക്കം.